Yes, good morning to you all. Today, let us do a novel, Jane Austen. Jane Austen. The novel is entitled, the name of the novel is, the title of the novel is Persuasion. Persuasion. Persuasion means the act of persuading someone. Prerana by Jane Austen. Her period was between 1775 and 1870. Yes, let us go straight to the summary of the novel. Sir Walter Elliot was a baronet. Baronet means a nobleman with a seat in the House of Lords. ഇംഗ്ലണ്ടിലെ ഹൗസ് ഓഫ് ലോർഡ്സിൽ ഒരു സീറ്റുള്ള പ്രഭുവാണ്, നോബിൾമാനാണ് ബാരനറ്റ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രഭുവായിരുന്നു സർ വാൾട്ടർ ഏലിയറ്റ്. സർ വാൾട്ടർ ഏലിയറ്റ്. റിമെമ്പർ ദിസ് നെയിം. He was vain of his good looks and title. He was vain means he was a snobbish person. ഒരു പൊങ്ങച്ചക്കാരനായിരുന്നു. He was snobbish about his good looking features. തൻ്റെ സൗന്ദര്യത്തിൽ. ആൻഡ് ഓൾസോ ദ ടൈറ്റിൽ ഓഫ് നൈറ്റ്ഹുഡ്. നൈറ്റ്ഹുഡ് എന്ന് പറയുന്ന പദവിയുള്ളവരാണ് സർ എന്നറിയപ്പെടുന്നത്. ആ നൈറ്റ്ഹുഡ് എന്നുള്ള പദവിയിലും സ്വന്തം സൗന്ദര്യത്തിലും ഇത്തിരി അഹങ്കാരിയായിരുന്നു സർ വാൾട്ടർ ഏലിയറ്റ്. At 54, when the story opens, he was 54. At 54, as a widower, his wife was dead, so he became a widower. As a widower, he lived with his two unmarried daughters at Kellinge Hall. The house name is Kellinge Hall. It is a large estate, വലിയൊരു എസ്റ്റേറ്റ് അത്. അപ്പോൾ at the age of 54, he became a widower. His wife was dead. He lived with his two unmarried daughters. രണ്ട് അവിവാഹിതകളായ പുത്രിമാരുമായിട്ട് അയാൾ താമസിക്കുന്നു. 3 പുത്രിമാരുണ്ട്. ഒരു പെൺകുട്ടി ഷീ വാസ് മാരീഡ് ഓഫ്. നേരത്തെ തന്നെ ഷീ വാസ് ദി യങ്ങസ്റ്റ് ഓഫ് ദി 3. ഈ 3 പേരിൽ ഏറ്റവും ഇളയ പെൺകുട്ടിയായിരുന്നു അവൾ. ഷീ വാസ് മാരീഡ് ഓഫ് ഓൾറെഡി. വിവാഹം കഴിച്ച് അയച്ചു. ബാക്കിയുള്ള 2 പേര്, മൂത്ത പെണ്ണിന് 29 വയസ്സ്, രണ്ടാമത്തതിന് 27 വയസ്സ്. ഏജ് ഓവറായി നിൽക്കുക. ഗുഡ് ലുക്സ് ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ദെയർ പെർട്ടിനെസ് ഓൾമോസ്റ്റ് ഗോൺ. So at the age of 54, as a widower, he lived with his 2 unmarried daughters at Kellinge Hall. Remember this house name, Kellinge Hall. Elizabeth, who was much like the father. Elizabeth was also vain like the father. She was also snobbish like her father. ഇതിൽ എലിസബത്ത് എന്ന് പറയുന്നത് അച്ഛനെ പോലെ തന്നെയായിരുന്നു. മൂത്ത പെൺകുട്ടിയാണ് എലിസബത്ത്. ഷീ വാസ് 29, 29 വയസ്സുണ്ട്. എലിസബത്ത്, who was much like the father, was the eldest and his favorite. തന്നെ പോലെ ആയതുകൊണ്ട് ഷീ വാസ് ദി ഫേവറേറ്റ് ഓഫ് സർ വാൾട്ടർ ഏലിയറ്റ്. സർ വാൾട്ടർ ഏലിയറ്റിൻ്റെ ഫേവറേറ്റ് ആയിരുന്നു എലിസബത്ത്. ആൻ സ്വീറ്റ് ആൻഡ് ക്വയറ്റ് ഇൻ്റലിജൻറ്റ്. ഷീ വാസ് പ്രെറ്റി. കുറച്ച് പ്രെറ്റിനെസ് ഒക്കെ പോയി എങ്കിലും ഷീ ഈസ് ഗുഡ് ലുക്കിംഗ് ആൻഡ് സ്വീറ്റ് ആൻഡ് ക്വയറ്റ് ഇൻ്റലിജൻറ്റ്. ഷീ ഈസ് 27. When the story begins, she is 27. കഥ ആരംഭിക്കുമ്പോൾ 27 വയസ്സുണ്ട് അവൾക്ക്. And sweet and quite intelligent, was ignored and neglected. She was quite ignored and neglected by her elder sister and her father. പിന്നെ വേറെ പെൺകുട്ടി ഉണ്ടല്ലോ, വിവാഹിതയായ പെൺകുട്ടി. her name was Mary. The youngest daughter was married to a landowner, an estate owner, landowner, ചോൾസ് മസ്ഗ്രൂവ്. മേരിയുടെ ഭർത്താവിൻ്റെ പേരാണ് ചോൾസ് മസ്ഗ്രൂവ്. Mary, the youngest daughter, was married to a landowner, Charles Musgrove, and lived 3 miles away from Kellinge Hall. ഇവരുടെ കെല്ലിഞ്ച് ഹാളിൽ നിന്ന് 3 മൈൽ, കിലോമീറ്റർ അല്ല മൈൽ അകലെയാണ് താമസിക്കുന്നത്. അന്നത്തെ ആ ഡിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റ് മൈലായിരുന്നു. The Elliot family was in financial troubles because of Sir Walter's extravagant ways. Sir Walter Elliot, he was an extravagant fellow.
he spent money lavishly, so soon he was in financial trouble. ഇയാൾ പണം അങ്ങ് ലാവിഷായി ചിലവഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലായി. ദി എലിറ്റ് ഫാമിലി വാസ് ഇൻ ഫിനാൻഷ്യൽ ട്രബിൾ ബിക്കോസ് ഓഫ് സർ വാൾട്ടേഴ്സ് എക്സ്ട്രാവേഗൻ്റ് വേസ്, ലാവിഷ് വേസ്. ലേഡി റസ്സൽ, ഇതിലൊരു പ്രധാന കഥാപാത്രമാണ് ലേഡി റസ്സൽ. ഇതിൽ പെർസുവേഷൻ അനുഭവപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം, പ്രേരണയ്ക്ക് വിധേയമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ആനാണ്. ആനിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും അഭ്യുദയകാംക്ഷിയും മെൻറ്ററും ഒക്കെയാണ് ലേഡി റസ്സൽ. റസ്സൽ എന്ന് പറയുന്നത് നമ്മുടെ വാൾട്ടർ എലിയട്ടിൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയായിരുന്നു, മരിച്ചുപോയ ഭാര്യയുടെ സുഹൃത്തായിരുന്നു ലേഡി റസ്സൽ. ലേഡി റസ്സൽ, ഹിസ് വൈസ് ഫ്രണ്ട്, അഡ്വൈസ് ദം ടു മൂവ് ടു ബാത്ത്. ഇപ്പം ലേഡി റസ്സൽ പറഞ്ഞു, വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളാണ്, അവരുടെ ഫാമിലിയിലെ കൗൺസിലറാണ് ലേഡി റസ്സൽ. ലേഡി റസ്സൽ അഡ്വൈസ് ദം ടു മൂവ് ടു ബാത്ത്. അതിന് ഏറിയ ഇംഗ്ലണ്ടിലെ ഒരു ഏറിയാണ് ബാത്ത്, പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വേർ ലിവിങ് വുഡ് ബി ചീപ്പർ, അവിടെ പോയാൽ ഇത്രയും ചിലവില്ല. കെല്ലിഞ്ച് ഹാൾ എന്ന് പറയുന്നവരുടെ വീട് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാം, അതിന് നല്ലൊരു തുക, മീൻസ് ഓഫ് റെൻറ്റ് ദേ വിൽ ഗെറ്റ് എ ഹ്യൂജ് എമൗണ്ട്, നല്ലൊരു തുക കിട്ടും. അതുകൊണ്ട് ആ പണം കൂടി അവരുടെ ചിലവിന് വേണ്ടി ഉപയോഗിക്കാം. സോ ലേഡി റസ്സൽ അഡ്വൈസ് ദം ടു മൂവ് ടു ബാത്ത് വേർ ലിവിങ് വുഡ് ബി ചീപ്പർ. അവിടെ പോയാൽ ചിലവ് കുറവാണ്, ജീവിത ചിലവ് കുറവാണെന്നാണ് ലേഡി റസ്സലിൻ്റെ അഭിപ്രായം. അത് മാത്രമല്ല, ദേ കുഡ് ലെറ്റ് ഔട്ട് ദെയർ ഹൗസ് കെല്ലിഞ്ച് ഹാൾ ടു സം റിച്ച് മാൻ. They could also let out their house കെല്ലിഞ്ച് ഹാൾ ടു സം റിച്ച് ഫെലോ. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഈ കെല്ലിഞ്ച് ഹാൾ എന്ന് പറയുന്ന വീട് ആരെങ്കിലും പണമുള്ള ആളുകൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അക്കോർഡിംഗ്ലി ഇറ്റ് വാസ് ലെറ്റ് ഔട്ട് ടു അഡ്മിറൽ ക്രോഫ്റ്റ്. കെല്ലിഞ്ച് ഹാൾ വാസ് ലെറ്റ് ഔട്ട് ടു അഡ്മിറൽ ക്രോഫ്റ്റ്. അഡ്മിറൽ മീൻസ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് നേവി. കമാൻഡർ ഇൻ ചീഫ് ഓഫ് നേവി, നേവിയിലെ കമാൻഡർ ഇൻ ചീഫാണ് അഡ്മിറൽ എന്നറിയപ്പെടുന്നത്. അഡ്മിറൽ ക്രോഫ്റ്റ് എന്ന് പറയുന്ന ആളിന്, അയാളുടെ കുടുംബത്തിന് വാടകയ്ക്ക് കൊടുത്തു. അഡ്മിറൽ ക്രോഫ്റ്റിനാണ് സർ വാൾട്ടർ എലിയട്ടിൻ്റെ വീട് വാടകയ്ക്ക് കൊടുത്തത്. Later it was discovered that Mrs. Croft was the sister of a famous suitor of Anne, Captain Frederick Wentworth. Remember this name also, Captain Frederick Wentworth. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 7 വർഷങ്ങൾക്ക് മുമ്പ് ഈ നമ്മുടെ ആനിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് ഏറെക്കുറെ നടന്നിരുന്നു. ആരുമായിട്ടാണെന്നറിയാം? ഒരു ക്യാപ്റ്റൻ ഫ്രെഡറിക് വെൻറ്റ്വർത്ത്, WENTWORTH, വെൻവർത്ത്. ഫ്രെഡറിക് വെൻവർത്ത് എന്ന് പറയുന്ന എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. പക്ഷേ അത് വേണ്ട, ആ ഒരു മാച്ച് ശരിയാവില്ല, ആ മാച്ചിൽ നിന്ന് പിന്തിരിയണമെന്ന് പെർസുവേഡ് ചെയ്തത് ആരാ? എപ്പോഴും പെർസുവേഷനിൽ ഏർപ്പെടുന്നത് ലേഡി റസ്സൽ, നമ്മുടെ വാൾട്ടർ എലിയട്ടിൻ്റെ വൈഫിൻ്റെ കൂട്ടുകാരി, നമ്മുടെ ആനിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. അങ്ങനെ ആ പ്രേരണ കൊണ്ടാണ് ദി എൻഗേജ്മെൻറ്റ് വാസ് ബ്രോക്കൺ. ആ ഫ്രെഡറിക് വെൻവർത്തിൻ്റെ സഹോദരിയാണ് അഡ്മിറൽ ക്രോഫ്റ്റിൻ്റെ ഭാര്യ മിസ്സിസ് ക്രോഫ്റ്റ്. അഡ്മിറൽ ക്രോഫ്റ്റിൻ്റെ വൈഫ് മിസ്സിസ് ക്രോഫ്റ്റ്. മിസ്സിസ് ക്രോഫ്റ്റ് വാസ് ദി സിസ്റ്റർ ഓഫ് എ ഫോമർ സ്യൂട്ടർ മീൻസ് ലവർ ഓഫ് ആൻ, ക്യാപ്റ്റൻ ഫ്രെഡറിക് വെൻവർത്ത് ഓഫ് ദി നേവി. ആൻ ആൻഡ് ക്യാപ്റ്റൻ വെൻവർത്ത് ഹാഡ് ഫാളൻ ഇൻ ലവ് വെൻ ദേ വെർ വെരി യങ്. 6-7 വർഷങ്ങൾക്ക് മുമ്പേ അവർ രണ്ടുപേരും, അതിലും ചെറുപ്പത്തിലെ അവർ പ്രണയബദ്ധരായാണ്. ആൻ ആൻഡ് ഫ്രെഡറിക് വെൻവർത്ത് ഹാഡ് ഫാളൻ ഇൻ ലവ് വെൻ ദേ വെർ ക്വൈറ്റ് യങ്. But the match was, the wedding was, the engagement was discouraged by her father, Anne's father, as well as Anne's friend, Lady Russell. ആനിൻ്റെ അച്ഛൻ സർ വാൾട്ടർ എലിയട്ടും അതുപോലെ തന്നെ ലേഡി റസ്സലും ഡിസ്കറേജ് ചെയ്യുകയുണ്ടായത് ആനിനെ. സർ വാൾട്ടർ എലിയട്ട് ഫെൽറ്റ് ദാറ്റ് സർ ഫ്രെഡറിക് വെൻവർത്ത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വാസ് നോട്ട് ഗുഡ് ഇനഫ്. അന്വേഷിച്ചപ്പോഴത്തേക്ക് ഈ വെൻവർത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതല്ല, അവരത്ര ധനികരല്ല, അവരോടൊപ്പം വരുന്നവരല്ല എന്ന് മനസ്സിലാക്കി. ഇനി നമ്മുടെ ലേഡി റസ്സൽ ഉണ്ടല്ലോ, നമ്മുടെ ആനിൻ്റെ സുഹൃത്ത്,
അല്ലെങ്കിൽ ഏലിയട്ടിൻ്റെ വാൾട്ടർ ഏലിയട്ടിൻ്റെ വൈഫിൻ്റെ ലേഡി റസൽ ഓൺ ഹെർ പാർട്ട് കൺസിഡേർഡ് ദി എൻഗേജ്മെൻറ്റ് അൺവൈസ് ബിക്കോസ് ക്യാപ്റ്റൻ വെൻവർത്ത് വാസ് നോട്ട് റിച്ച് ഇനഫ്. ലേഡി റസൽ പറഞ്ഞു, കൊള്ളത്തില്ല മോളെ, ഈ വിവാഹം കൊള്ളത്തില്ല, ഹീ ഈസ് നോട്ട് റിച്ച് ഇനഫ്, നീയുമായിട്ടുള്ള മാച്ചിൽ ഒരിക്കലും യോജിക്കത്തില്ല, ഷീ ഈസ് നോട്ട് റിച്ച് ഇനഫ്, അത്ര സമ്പത്തുള്ള ആളല്ല. സോ ലേഡി റസൽ കൺസിഡേർഡ് ദി എൻഗേജ്മെൻറ്റ് അൺവൈസ് ബിക്കോസ് ക്യാപ്റ്റൻ വെൻവർത്ത് വാസ് നോട്ട് റിച്ച് ഇനഫ്. At the age of 27, Anne had not forgotten Frederick Wentworth, though she had no hopes about him. ഇനി അവനെക്കുറിച്ച് പ്രതീക്ഷയില്ല, അയാൾ കല്യാണം കഴിച്ചു കാണും, വേറെ കല്യാണം കഴിച്ചു കാണും, കഴിച്ചില്ലെങ്കിലും he was very much humiliated, അവമാനിതനായിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു മാച്ചിന് സാധ്യതയില്ല. എങ്കിലും ഷീ ഈസ് നോട്ട് ഏബിൾ ടു ഫോർഗെറ്റ് ഹിം, മറക്കാൻ കഴിയുന്നില്ല. ഷീ ഹാഡ് നോട്ട് ഫോർഗോട്ടൻ. ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരു ദിവസം പോലും ഓർമ്മിക്കാത്ത ദിവസമില്ല. Sir Walter and Elizabeth accompanied by one Mrs. Clay, neighbor and a widow, who admires Sir Walter. അപ്പോൾ അവരുടെ കാര്യസ്ഥയായിട്ട് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മിസ്സസ് ക്ലേ മൂഡ് ഓവർ ടു ബാത്ത്. സോ ദീസ് 3 ഫസ്റ്റ് മൂഡ് ഓവർ ടു ബാത്ത്. ഇവർ 3 പേരുമാണ് ആദ്യം ബാത്ത് എന്ന് പറയുന്ന ചീപ്പായ സ്ഥലത്തേക്ക് പോയി. സർ വാൾട്ടർ ആൻഡ് എലിസബത്ത് accompanied by one Mrs. Clay moved over to Bath. ആൻ പറഞ്ഞു, കുറച്ച് ദിവസം അനിയത്തിയുടെ വീട്ടിൽ, മേരിയുടെ വീട്ടിൽ താമസിച്ചിട്ട് ബാത്തിലേക്ക് വരാമെന്ന് പറഞ്ഞു. ആൻ വാസ് ടു സ്പെൻഡ് a few days with her sister Mary. Mrs. Clay had a projecting tour but was young and good looking in her own way. മിസ്സസ് ക്ലേയുടെ ഏറ്റവും വലിയൊരു ഫിസിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റിംഗ് ടൂർ. മുൻപിലത്തെ പല്ലിങ്ങനെ തള്ളിയിരിക്കുകയാണ്, ഇങ്ങനെ ചുണ്ടുകൾ കൂട്ടി അടയ്ക്കാൻ വയ്യ, അടച്ചു കഴിഞ്ഞാലും അത് ഈ ടൂത്ത് വിൽ പ്രൊജക്റ്റ് ഇറ്റ് സെൽഫ്, പല്ലിങ്ങ് പുറത്തേക്കാണ്. എന്നിരുന്നാലും ഷീ വാസ് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇൻ ഹെർ ഓൺ വേ. അവളുടേതായ രീതിയിലൊരു ചന്തം, അവളുടേതായ രീതിയിലൊരു മനോഹാരിത അവൾക്കുണ്ടായിരുന്നു. ആൻഡ് സസ്പെക്റ്റഡ് ദാറ്റ് ഷീ വാണ്ടഡ് ടു മാരി സർ വാൾട്ടർ. അച്ഛനെ ഒരു നോട്ടമുണ്ട് അവൾക്ക്, മിസ്സസ് ക്ലേ. ഇതായിരുന്നു ആനിൻ്റെ ഒരു സംശയം. എൻ്റെ അച്ഛനെ കല്യാണം കഴിക്കാൻ അവൾക്കൊരു താല്പര്യമുണ്ട്. സോ ദിസ് വാസ് ദി സസ്പീഷൻ ഓഫ് ആൻ. ബട്ട് എലിസബത്ത് ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് എ ബേസ്ലെസ് സസ്പീഷൻ. മൂത്ത പെണ്ണ് പറഞ്ഞു, എലിസബത്ത് പറഞ്ഞു, പോടി നിൻ്റെ പാട്ടിന്, നീ തെറ്റിദ്ധരിക്കുന്നു, നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുന്ന അവളെ വെറുതെ നീ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ ഒരു ഉദ്ദേശ്യമേ അവർക്കില്ല എന്ന് എലിസബത്ത് പറഞ്ഞു. പൊങ്ങച്ചക്കാരി എലിസബത്ത് പറഞ്ഞു. During her stay at Mary's house, Anne had an occasion to meet her old lover, who was still a bachelor and wealthy. During her stay at Mary's house, അനിയത്തിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ Anne had once an occasion to meet her old lover, who was still a bachelor. ഇപ്പോഴും അവിവാഹിതനായി കഴിയുന്ന സുമുഖനായ അരോഗദൃഢഗാത്രനായ പേശി സദൃഢമായ ശരീരമുള്ള നേവിക്കാരൻ. ആ നേവിക്കാരൻ അവിവാഹിതനാണ്. അയാളെ അവിടെ വെച്ച് മേരിയുടെ വീടിനടുത്ത് വെച്ച് കാണാനിടയായി. ആൻഡ് ഹി ഹാഡ് ഗ്രോൺ വെരി റിച്ച്. ഇപ്പോൾ പഴയതുപോലല്ല, 7 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹി ഹാഡ് ഗ്രോൺ വെരി റിച്ച്. അന്ന് പണം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ലേഡി റസൽ പറഞ്ഞ ഈ എൻഗേജ്മെൻറ്റ്, ഈ മാച്ച് ശരിയാകില്ല എന്ന് പറഞ്ഞത്. നൗ ഹി ഹാഡ് ബിക്കം വെരി റിച്ച്. ആഫ്റ്റർ 8 years he looked this, even though 8 years have passed since their last meeting, he looked the same. ഇപ്പോഴും അതേപോലെ ഇരിക്കുകയാണ്, ഒരു കുഴപ്പമില്ല, ശരീരത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഹി വാസ് ദി ഓൾഡ് ഫ്രെഡറിക് വെൻവർത്ത്. ആഫ്റ്റർ 8 years he looked the same. മേരീസ് സിസ്റ്റർ ഇല്ല, മേരീസ് ഹസ്ബൻഡ്സ് സിസ്റ്റർ, മേരിയുടെ നാത്തൂൻ. മേരി സിസ്റ്റർ ഇല്ല, ലൂയിസ വേറെ ഒരു സഹോദരി, ഭർത്താവിന് വേറൊരു സഹോദരി കൂടി ഉണ്ട്. ഇത് ലൂയിസ ഹാഡ് മീൻ വൈൽ ഫാളൻ ഇൻ ലവ് വിത്ത് ഫ്രെഡറിക് വെൻവർത്ത്. ലൂയിസ ഈ അരോഗദൃഢഗാത്രനായ ധനികനായ നേവിയിലെ ക്യാപ്റ്റനായ ഈ വെൻവർത്തിനോടൊരു പ്രണയം. ആർക്ക്? ഈ മേരിയുടെ നാത്തൂൻ ലൂയിസയ്ക്ക്. ഷീ ഹാഡ് ഫാളൻ ഇൻ ലവ് വിത്ത് വെൻവർത്ത് ആൻഡ് ഇറ്റ് സീംഡ് ദാറ്റ് ഹി റെസ്പോണ്ടഡ് വെൽ. അത് മാത്രമല്ല, ആനിന് തോന്നി
ഇയാൾ എൻ്റെ പഴയ കാമുകൻ അവളോട് പ്രത്യേക താല്പര്യം കാണിക്കുന്നു, നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നി. ആയിക്കോട്ടെ. വെൻ ലൂയിസ ഹാഡ് എ ഫോൾ, വെൻവർത്ത് വാണ്ടഡ് ആൻ ടു നഴ്സ്. വേറൊരു സംഭവം ഉണ്ടായി. ലൂയിസ ഒരിക്കൽ ഒരു കോച്ചിൽ നിന്നും ഒരു കുതിരവണ്ടിയിൽ ഇറങ്ങുന്നതിൽ നിന്നും താഴെ വീണു. ഷി ഹാഡ് എ ടെറിബിൾ ഫോൾ. അപ്പം അങ്ങനെ വന്നപ്പോൾ കുറേ ആയിരുന്നു. ആ സമയത്ത് ആ വീഴ്ചയുടെ ഒരു ഉത്തരവാദി നമ്മുടെ വെൻവർത്ത് കൂടിയാണ്. അതുകൊണ്ട് വെൻവർത്ത് അഡ്വൈസ്ഡ് ആൻ ടു നഴ്സ്. അതിനോട് പറഞ്ഞു, ദേ നിനക്ക് അവളെ ഒന്ന് സംരക്ഷിക്കാമോ, അവളൊന്ന് എഴുന്നേറ്റ് നടക്കാറാകുന്നവരൊന്ന് നോക്കണേ എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്ഥലത്ത് പുതിയൊരാൾ വന്നു. എ ന്യൂ അറൈവൽ അറ്റ് ദി പ്ലേസ് വാസ് വൺ ക്യാപ്റ്റൻ ബെൻവിക്. റിമെമ്പർ ദിസ് നെയിം, ക്യാപ്റ്റൻ ബെൻവിക്. ക്യാപ്റ്റൻ ബെൻവിക്. എ ന്യൂ അറൈവൽ അറ്റ് ദി പ്ലേസ് വാസ് വൺ ക്യാപ്റ്റൻ ബെൻവിക്. ക്യാപ്റ്റൻ ബെൻവിക് ഹാഡ് ലവ്ഡ് എ സർട്ടൻ ലേഡി, ബട്ട് ഷി ഹാഡ് ഡൈഡ് ലീവിങ് ഹിം ഹേർട്ട് ബ്രോക്കൺ. ഈ ക്യാപ്റ്റൻ ബെൻവിക്കിന് നേരത്തെ ഒരു പ്രണയം ഉണ്ടായിരുന്നു, വിവാഹം കഴിക്കാനിരുന്നതാണ്. ബട്ട് ഷീ ഹാഡ് ഡൈഡ് ഓഫ് ഡിസീസ്. ഏതോ ഒരു അസുഖം വന്ന് മരിച്ചുപോയി. ആൻഡ് ഹീ ബിക്കെയിം ഹേർട്ട് ബ്രോക്കൺ. സോ മീൻ വൈൽ ഇറ്റ് വാസ് ടൈം ഫോർ ആൻ ടു പ്രൊസീഡ് ടു ബാത്ത്. അപ്പോൾ കുറേ ദിവസങ്ങളായി സഹോദരിയുടെ വീട്ടിൽ വന്നിട്ട് അപ്പം പിന്നെ സഹോദരിയുടെ നാത്തൂനെയൊക്കെ സംരക്ഷിച്ചു. അവിടെ ഒരുവിധ ഭേദമായി. ഇറ്റ് വാസ് ടൈം ഫോർ ആൻ ടു പ്രൊസീഡ് ടു ഗോ ടു ബാത്ത്. അച്ഛൻ്റെ അടുത്തേക്ക്, അച്ഛൻ്റെ മൂത്ത സഹോദരി എലിസബത്തിൻ്റെ അടുത്തേക്കും പോകാനുള്ള സമയമായി. അപ്പോൾ തനിച്ചല്ല പോകുന്നത്, ലേഡി റസലിനെ കൂടെ കൂട്ടി. ലേഡി റസലിനെ കൂടെ വിളിച്ചുണ്ടാവും ഇത്. കാരണം അത്രയ്ക്ക് ഫ്രണ്ട്ഷിപ്പാണ് ലേഡി റസലുമായിട്ട്. അവളെ എല്ലാ കാര്യവും പ്രേരിപ്പിക്കുന്നതും അതിൻ്റെ ഷി വാസ് ഓൾമോസ്റ്റ് എ മെൻറ്റർ ഓഫ് ഹർ. അവളുടെ ഒരു മെൻറ്റർ കൂടിയാണ് ലേഡി റസൽ. റീച്ചിങ് ബാത്ത് ഇൻ ദി കമ്പനി ഓഫ് ലേഡി റസൽ, ആൻ വാസ് സർപ്രൈസ്ഡ് ടു നോ ദാറ്റ് her cousin Mr. William Elliot, who had jilted Elizabeth earlier for a wealthier girl, had come to make peace with the family. He had come back to make peace with the family. അവിടെ ചെന്നപ്പോൾ എന്താണെന്നറിയാമോ, അവളുടെ ഒരു മുറച്ചെറുക്കൻ സർ വാൾട്ടർ ഏലിയറ്റിൻ്റെ സഹോദരിയുടെ പുത്രൻ. സോ ഹിസ് നെയിം ഈസ് മിസ്റ്റർ വില്യം ഏലിയറ്റ്. വില്യം ഏലിയറ്റ് പണ്ട് എലിസബത്തിനെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുക്കുകയും പിന്നെ ഒരു ധനികയായ ഒരു പെൺകുട്ടിയുടെ പ്രപ്പോസൽ നിന്നപ്പം എലിസബത്തിനെ കളഞ്ഞിട്ട് അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ആൻഡ് ഷീ ഹാസ് റീസെൻ്റ്ലി ഡൈഡ്. ഇപ്പം ഈ അടുത്ത സമയത്ത് അവൻ്റെ ഭാര്യ വില്യം ഏലിയറ്റിൻ്റെ ഭാര്യ മരിച്ചുപോയി. അങ്ങനെ ഈ കുടുംബവുമായിട്ടൊരു സമാധാന കരാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അന്നത്തെ കസ്റ്റം അനുസരിച്ച് ഒരു മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു. അതായത് കുടുംബത്തിൽ ആൺമക്കളില്ല എന്നുണ്ടെങ്കിൽ ഓൾ ദി പ്രോപ്പർട്ടി വിൽ ഗോ ടു ദി നെവ്യൂ. അനന്തരവന് പോകുമായിരുന്നു സ്വത്ത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വാൾട്ടർ ഏലിയറ്റിന് 3 പുത്രിമാരല്ലേ, ആൺമക്കളാരുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായും ഇയാളുടെ മരണശേഷം ഓൾ ദി പ്രോപ്പർട്ടി, കെല്ലിഞ്ച് ഹാൾ എന്ന് പറയുന്ന വീടും എസ്റ്റേറ്റും എല്ലാം നാച്ചുറലി ഗോ ടു വില്യം ഏലിയറ്റ്. പിന്നെ ഇയാളിനി വേറെ വിവാഹം കഴിക്കുകയാണെങ്കിൽ പറ്റത്തില്ല. ഇനി വേറെ ആൺമക്കളെല്ലാം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ദി സ്റ്റോറി വിൽ ഹാവ് എ ചേഞ്ച്. കഥ അങ്ങാകെ മാറും. ഇപ്പം ഈ വില്യം നോക്കിയപ്പോഴത്തേക്ക് ഒരു ഉന്തിയ പല്ലുകാരി കൂടെ അവിടെ വന്നിട്ടുണ്ട്, മിസസ് ക്ലേ. ഇനി അവളെ എങ്ങാണ് വിവാഹം കഴിച്ചാൽ അത് തടയണമെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ബി ഇൻ ദി ഫാമിലി. ഞാൻ കുടുംബത്തിലുണ്ടാവണം. ഒരു കാര്യം എൻ്റെ ഭാര്യ മരിച്ചുപോയി. സുന്ദരിയാണ്, മറ്റുള്ള കിളവിയായി എലിസബത്ത്, എൻ്റെ പഴയ കാമുകി. ഞാൻ കല്യാണം കഴിക്കുകയായിരുന്നു. എലിസബത്ത് ഇപ്പോൾ 29 വയസ്സുണ്ട്, കിളവിയായി. ഇവർക്ക് 27 വയസ്സുള്ളൂ. ഷീ ഈസ് സ്റ്റിൽ ബ്യൂട്ടിഫുൾ ആൻഡ് ഗുഡ് നേച്ചേർഡ്. അവളെ കല്യാണം കഴിക്കുകയും ചെയ്യാം. വീട്ടിൽ കുടുംബത്തിലിരിക്കുമ്പോൾ ക്ലേ കല്യാണം കഴിക്കാതെ നോക്കുകയും ചെയ്യാം. ക്ലേ ആരെ വിവാഹം കഴിക്കാതെ സർ വാൾട്ടറിനെ കല്യാണം കഴിക്കാതെ നോക്കുകയും ചെയ്യാം. ദാറ്റ് ഈസ് ഹിസ് ഇൻറ്റൻഷൻ. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. സോ വീട്ടിൽ ബാത്തിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഹെർ കസിൻ, ആൻസ് കസിൻ മിസ്റ്റർ വില്യം ഏലിയറ്റ്, who had cheated Elizabeth for a wealthier girl, had come back to make peace with the family. His wife had died. Lady Russell was anxious that he should marry Anne.
ലേഡി റസലിനൊരു താല്പര്യം, വില്യം എലിയട്ടിന് പണമൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് വില്യം എലിയട്ട് ആനിനെ വിവാഹം കഴിക്കണമെന്നൊരു താല്പര്യം, ആനിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യമാണ് ലേഡി റസലിന്. വേണ്ട പെർസുവേഷൻ കൊടുക്കുന്നതും ആരാണ്? ലേഡി റസലാണ്. അപ്പോൾ ലേഡി റസൽ വാസ് ആൻഷ്യസ് ദാറ്റ് ഹീ ഷുഡ് മാരി ആൻ. ഷീ അഡ്വൈസ്ഡ് ആൻ ടു ബി സ്വീറ്റ് ടു ഹിം. എന്നിട്ട് ആനോട് പറഞ്ഞു, ഷീ അഡ്വൈസ്ഡ് ആൻ ടു ബി സ്വീറ്റ് ടു ഹിം ആൻഡ് ടു റെസ്പോണ്ട് പ്രോംപ്റ്റ്ലി ഇഫ് എവർ ഹീ പ്രപ്പോസ്ഡ്. വേറൊരു കാര്യം കൂടി പറഞ്ഞു, യു ഷുഡ് ബി സ്വീറ്റ് ടു ഹിം ആൻഡ് ടു റെസ്പോണ്ട് പ്രോംപ്റ്റ്ലി ഇഫ് എവർ വില്യം എലിയട്ട് പ്രപ്പോസ്ഡ് ഹെർ. വില്യം എലിയട്ട് പ്രപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അനുകൂലമായി ഉടനെ അങ്ങ് പ്രതികരിച്ചോണമെന്നും പറഞ്ഞു, സമ്മതമാണെന്ന് പറഞ്ഞോണം എന്നും പറഞ്ഞു. ബട്ട് ദോ ആൻ അഡ്മയർഡ് ഹിം. ആനിന് കുഴപ്പമൊന്നുമില്ല ആരുടെ കാര്യത്തിൽ, വില്യം എലിയട്ടിൻ്റെ കാര്യത്തിൽ. ദോ ആൻ അഡ്മയർഡ് ഹിം, അഡ്മയർഡ് എലിയട്ട് ആസ് എ വെൽ മാനേഡ് മാൻ, നല്ല സ്വഭാവമൊക്കെ ഉള്ള പെരുമാറ്റ രീതിയൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിലും ഷീ ഫൗണ്ട് ഹിം റാദർ സീക്രട്ടീവ്, ഒരു രഹസ്യ സ്വഭാവം, മിസ്സസ് ക്ലേയുമായിട്ട് എന്തൊക്കെ ഒരു ചെറിയ ഇടപാടുകളൊക്കെ ഉണ്ട് എന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് തന്നെ ഷീ വാസ് നോട്ട് ഷുവർ ഷീ ഷുഡ് ട്രസ്റ്റ് ഹിം. എബൌട്ട് ദാറ്റ് ടൈം ന്യൂസ് കെയിം അബൌട്ട് ലൂയിസ മസ്ഗ്രോസ് എൻഗേജ്മെൻറ്റ് ടു ക്യാപ്റ്റൻ ബെൻവിക്. ഈ സമയത്താണ് ഒരു വാർത്ത വരുന്നു, ലൂയിസ മസ്ഗ്രോ ക്യാപ്റ്റൻ ബെൻവിക്, രണ്ടാമത്തെ അറിവിലുണ്ടല്ലോ കാമുകി മരിച്ചുപോയി, അങ്ങനെ ആകെ വൃണതഹൃദയനായ ആ നാട്ടിലേക്ക് വന്ന ബെൻവിക് ഹീസ് റിച്ചർ ദാൻ ബെൻവർത്ത്. ബെൻവർത്തിനേക്കാളും പണമുള്ള ആളാണ് നമ്മുടെ ബെൻവിക്കുമായി പ്രേമത്തിലായി ആ പെണ്ണ്. ഷീസ് എ സില്ലി ഗേൾ. ലൂയിസ മസ്ഗ്രോ ഈസ് എ സില്ലി ഗേൾ, എ ഫ്ലർട്ടിങ് ടൈപ്പ്. അപ്പോൾ ലൂയിസയുടെ എൻഗേജ്മെൻറ്റിനെ കുറിച്ചുള്ള വാർത്ത വരുന്നു. ദാറ്റ് മെൻസ് ക്യാപ്റ്റൻ വെൻവർത്ത് വാസ് എ ഫ്രീ മാൻ അഗൻ. ഹീ ബിക്കെയിം എ ഫ്രീ മാൻ അഗൻ. ഇപ്പം ഫ്രീ ആയല്ലോ ആരാ? ക്യാപ്റ്റൻ വെൻവർത്ത്. വിതിൻ എ ഫ്യൂ ഡേയ്സ് ക്യാപ്റ്റൻ വെൻവർത്ത് അറൈവ്ഡ് അറ്റ് ബാത്ത്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ക്യാപ്റ്റൻ വെൻവർത്ത് ബാത്തിലേക്ക് വന്നു. എന്തിനാണെന്നറിയാമോ? ആനിയെ കാണാനാണ്, ടു സി ആനിനെ കാണാനാണ്. വിതിൻ എ ഫ്യൂ ഡേയ്സ് ക്യാപ്റ്റൻ വെൻവർത്ത് അറൈവ്ഡ് അറ്റ് ബാത്ത്. ഹി വാസ് നൗ എ ചേഞ്ച്ഡ് മാൻ. ഇപ്പം പഴയ ആളല്ല ഫ്രെഡറിക് വെൻവർത്ത്. ഹീ ഈസ് നോട്ട് ദി ഓൾഡ് മാൻ, ഹീ ഈസ് എ ചേഞ്ച്ഡ് മാൻ, ഹീ ഈസ് കംപ്ലീറ്റ്ലി ആൾട്ടേഡ്. ഹീ സീംഡ് ഈഗർ ഫോർ ആൻസ് കമ്പനി. എന്തോ ഈ പാകപ്പാട് ഒറ്റപ്പെട്ടതുപോലെ ഹീ വാസ് വെരി മച്ച് ഈഗർ ഫോർ ആൻസ് കമ്പനി. ഈ ലോകത്ത് അയാളെ മനസ്സിലാക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ അവളുടെ സാമീപ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഹീ അപ്പിയർഡ് വെരി ഈഗർ ഫോർ ആൻസ് കമ്പനി. There were clear signs of rekindled love in him. എന്തായാലും there were clear signs of rekindled love in him. അയാളിൽ പ്രണയത്തിൻ്റെ ദീപം വീണ്ടും തെളിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ സൂചനകൾ, ലക്ഷണങ്ങളുണ്ടായിരുന്നു. സോ ക്യാപ്റ്റൻ വെൻവർത്ത്, ഫ്രെഡറിക് വെൻവർത്ത് became jealous when he saw Mr. William Elliott's attraction towards Anne. വില്യം എലിയട്ട് ആനിനെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുന്നതാണ് പാകപ്പാടെ അസൂയ മൂത്ത് വല്ലാതങ്ങാകുമായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ വെൻവർത്ത്. മിസ്റ്റർ വില്യം എലിയറ്റ്സ് ട്രൂ ക്യാരക്ടർ കെയിം ടു ലൈറ്റ് വെൻ ആൻ മെറ്റ് അവർ സ്കൂൾ ഫ്രണ്ട് ഓഫ് ഹേഴ്സ്. ഈ വില്യം എലിയറ്റിൻ്റെ തനി നിറം, ട്രൂ ക്യാരക്ടർ, ട്രൂ കളേഴ്സ്, വില്യം എലിയറ്റ്സ് ട്രൂ ക്യാരക്ടർ കെയിം ടു ലൈറ്റ്, വെളിച്ചത്ത് വന്നു. വെൻ ആൻ മെറ്റ് എ ഫോമർ സ്കൂൾമേറ്റ് മിസ്സസ് സ്മിത്ത്. അവളോട് പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന അവളുടെ പഴയ കൂട്ടുകാരി മിസ്സസ് സ്മിത്തിനെ ഒരിക്കൽ കാണാനിടയപ്പം അവൾ ചില കാര്യങ്ങൾ വില്യം എലിയട്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് വില്യം എലിയട്ട് ആരാണ്, എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലായത്. വില്യം എലിയട്ട് ഹാഡ് റൂയിൻഡ് മിസ്സസ് സ്മിത്ത് ഹസ്ബൻഡ്. അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ തകർത്തത്, എൻ്റെ ഭർത്താവിനെ ചതിച്ചത് അവനാണ്. വില്യം എലിയട്ട് ഹാഡ് ഡിസീവ്ഡ് ആൻഡ് റൂയിൻഡ് മിസ്സസ് സ്മിത്ത് ഹസ്ബൻഡ്. She described Mr. Elliot as a cold-blooded being without a conscience. മനസ്സാക്ഷിയില്ലാത്ത കോൾഡ് ബ്ലഡഡ്, ക്രൂരനായ കോൾഡ് ബ്ലഡഡ് ബീയിങ്, ഒരു ജീവിയാണ് മിസ്റ്റർ വില്യം എലിയട്ട്. സോ ഇൻ ഹെർ ഒപ്പീനിയൻ മിസ്റ്റർ വില്യം എലിയട്ട് വാസ് എ cold-blooded being without a conscience.
Mrs. Smith also explained why he had made peace with her family. നിന്റെ കുടുംബമായിട്ട് എന്താണെന്നറിയാം അപ്പോൾ അനുരഞ്ജനത്തിന് വന്നിരിക്കുന്നത്. He feared that Mrs. Clay might marry Sir Walter, and if a son was born to them, he would not inherit his uncle's estate. എന്താണെന്നറിയാമോ, നിൻ്റെ അച്ഛനെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന മിസ്സസ് ക്ലേ എങ്ങാനും കല്യാണം കഴിച്ചാലേ അവർക്കൊരു പുത്രൻ ജനിക്കുകയാണെന്നുണ്ടെങ്കിലേ നിൻ്റെ അച്ഛൻ്റെ എസ്റ്റേറ്റ് ഒന്നും അവന് കിട്ടത്തില്ല, അവൻ്റെ അമ്മാച്ചൻ്റെ എസ്റ്റേറ്റ് ഒന്നും അവന് കിട്ടത്തില്ല. ദാറ്റ് വാസ് ഹിസ് ഫിയർ. ബൈ മാരിയിങ് ആൻ ഹി കുഡ് റിമെയിൻ ഇൻ ദി ഫാമിലി ആൻഡ് പ്രിവെൻറ്റ് സർ വാൾട്ടർ ഫ്രം മാരിയിങ് മിസ്സസ് ക്ലേ. അപ്പം ആനെ കല്യാണം കഴിക്കുവാണെങ്കിൽ വീട്ടിൽ അതിൻ്റെ പേരിൽ കഴിയുകയും ചെയ്യാം. ആൻഡ് ഹി വാസ് ഏബിൾ ടു പ്രിവെൻറ്റ് സർ വാൾട്ടർ ഫ്രം മാരിയിങ് മിസ്സസ് ക്ലേ. അമ്മാവനെ മിസ്സസ് ക്ലേ കല്യാണം കഴിക്കാതെ തടയുകയും ചെയ്യുക, അതാ ഉദ്ദേശം. അതിനുവേണ്ടി അവിടെ വന്നത്. സോ ഈവൻസ് നൗ മൂവ്ഡ് വെരി ഫാസ്റ്റ്. കാര്യങ്ങളെല്ലാം വളരെ ദ്രുതഗതിയിൽ നീങ്ങുകയും ഈവൻസ് നൗ മൂവ്ഡ് വെരി ഫാസ്റ്റ്. കൺവിൻസ്ഡ് ദാറ്റ് ആൻ സ്റ്റിൽ ലവ്ഡ് ഹിം ആൻഡ് അണേബിൾ ടു കൺട്രോൾ ഹിസ് ഫീലിംഗ്സ് എനി ലോങ്ങർ. Captain Wentworth poured out his heart to Anne in a letter. എന്തായാലും ക്യാപ്റ്റൻ വെൻവർത്തിനൊരു കാര്യം മനസ്സിലായി. ഈ ഏലിയട്ടിനോട്, വില്യം ഏലിയട്ടിനോട് അവൾക്ക് അടുപ്പമൊന്നുമില്ല, അതിൻ്റെ പ്രണയമൊന്നുമില്ല. ഇപ്പോഴും വെൻവർത്തിനോടാണ് അവൾക്ക് ഇഷ്ടം. മനസ്സിൽ ഉള്ളു ഇന്നേറ്റ്ലിയും ഷീ ലവ്സ് ഹിം. അത് മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് തൻ്റെ വികാരങ്ങളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തെന്നറിയാം, ഒരു കത്തെഴുതി അവൾക്ക് തൻ്റെ ഹൃദയം മുഴുക്ക വാരി കോരി ചൊരിഞ്ഞുകൊണ്ട് he wrote a letter to Anne full of love, expressing his love. Anne responded promptly this time. വളരെ പെട്ടെന്ന് തന്നെ ആൻ എന്ത് ചെയ്ത് പ്രതികരിച്ചു, അവൾ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ കത്തയച്ചു. ആൻഡ് ഷീ met no opposition from the side of his father now. ഇപ്പം ഫ്രെഡറിക് വെൻവർത്ത് എന്ന് പറഞ്ഞാൽ പഴയ വെൻവർത്തെല്ല. ഈസ് റിച്ച് ആൻഡ് ഈസ് ക്യാപ്റ്റൻ. അതുകൊണ്ട് തന്നെ പണ്ടൊരു നേവൽ ഓഫീസർ മാത്രമായിരുന്നു 7 വർഷങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ട് തന്നെ ഷീ മെറ്റ് നോ ഒപ്പോസിഷൻ ഫ്രം ദി സൈഡ് ഓഫ് ഹിസ് ഫാദർ. അച്ഛൻ്റെ ഭാഗത്തു നിന്ന് എതിർപ്പൊന്നും ഉണ്ടായില്ല. ദി ന്യൂസ് ഓഫ് ആൻസ് എൻഗേജ്മെൻറ്റ് ഷോക്ക്ഡ് മിസ്റ്റർ ഏലിയട്ട്. അങ്ങനെ ഈ ആനിൻ്റെ എൻഗേജ്മെൻറ്റ്, ആരുമായിട്ട്, ക്യാപ്റ്റൻ വെൻവർത്തുമായിട്ടുള്ള എൻഗേജ്മെൻറ്റിനെ കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ വില്യം ഏലിയട്ട് got the shock of his life. The news shocked him. Within days he disappeared from the scene. കുറച്ച് ദിവസത്തിനുള്ളിൽ he disappeared from the scene. ആ സീനിൽ നിന്ന് അങ്ങ് അപ്രത്യക്ഷമായി. he disappeared from the scene. എന്താ സംഭവിച്ചെന്നറിയാമോ? she eloped with Mrs. Clay. ഉന്തിയ വല്ലുകാരിയായിട്ട് മിസ്സസ് ക്ലേയുമായിട്ട് അവനങ്ങ് ഓടിച്ചോടിപ്പോയി. അമ്മാച്ചൻ്റെ വിറ്റ കാശിൻ്റെ പോക്കറ്റിലുണ്ട്. ഇയാളെ ഇവിടെ കല്യാണം കഴിച്ചിട്ട് അവർക്കൊരു ആൺസന്താനം ഉണ്ടാകണം. അതിനുള്ള ഇടം ഞാൻ എന്തായാലും ഉണ്ടാക്കത്തില്ല. അവരുടെ വീട്ടിൽ ആനെ കല്യാണം കഴിച്ച് താമസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അമ്മച്ചനവിടെ കല്യാണം കഴിക്കുന്നത് ഞാൻ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ what happens? She eloped with Mrs. Clay. That way he prevented his uncle from marrying Mrs. Clay. ഒളിച്ചോടി പോയി. അങ്ങനെ അമ്മാവനെ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും സാധിച്ചു. For Mrs. Clay, now it was her fulfillment of ambition. It was in a way the fulfillment of her ambition. As far as Mrs. Clay was concerned, it was in a way the fulfillment of her ambition. മിസ്സസ് ക്ലേയെ സംബന്ധിച്ച് അവളുടെ ഒരു അഭിലാഷത്തിൻ്റെ, ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. എങ്ങനെയായാലും ഏലിയട്ട് എന്നുള്ള പേര് തൻ്റെ പേരിനോടൊപ്പം വേണം. ക്ലേ ഏലിയട്ട് എന്ന് വേണം. അതിന് വാൾട്ടറെ കല്യാണം കഴിച്ചാൽ പറ്റും. ഇപ്പം എന്തായാലും വില്യം ഏലിയട്ടിനെ കല്യാണം കഴിച്ചതുകൊണ്ട് ഷീ വാസ് ഏബിൾ ടു ഗെറ്റ് ദി നെയിം ഏലിയട്ട്, ഗെറ്റ് ദി ഫാമിലി നെയിം ഏലിയട്ട്. ഫാമിലി നെയിം ഏലിയട്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് ഷീ വാസ് ഓൾസോ വെരി ഹാപ്പി ദാറ്റ് ഹെർ ആംബിഷൻ വാസ് ഫുൾഫിൽഡ്. അവളുടെ ഒരു ആഗ്രഹം നിറവേറ്റിയതുകൊണ്ട് അവളും വളരെ സന്തോഷത്തിലായിരുന്നു. ഷീ കുഡ് ബിക്കം ലേഡി ഏലിയട്ട് by not marrying Sir Walter but marrying a different person. വാൾട്ടറിനെ കല്യാണം കഴിച്ചതുകൊണ്ടല്ല, by marrying a different person she was able to attain the title Lady Elliot. ലേഡി ഏലിയട്ട് എന്ന് വില്യം ഏലിയട്ടിൻ്റെ ഭാര്യയാണല്ലോ, ലേഡി ഏലിയറ്റ് എന്നറിയപ്പെടാമല്ലോ. അങ്ങനെ അവൾ വളരെ സന്തോഷവതിയായിരുന്നു.
Thus ends the novel Persuasion.